World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hysan Heritage. ഒരു കംഫർട്ടബിൾ മെജോറിറ്റി, ഇന്ത്യ മെജോറിറ്റി എന്ന് പറയുന്നത് സാധ്യതയുള്ള കാര്യമല്ല. പക്ഷേ കംഫർട്ടബിൾ മെജോറിറ്റിയോടെ ആയിരിക്കും ഗവൺമെൻറ് വരുന്നത്, LDF ഗവൺമെൻറ്. പ്രൊഫസർ KV തോമസ് ആണ് റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുന്നത്. പക്ഷേ നാളെ റിസൾട്ട് വരികയാണ്, എന്താണ് പ്രതീക്ഷ, എങ്ങനെയാണ്? തീർച്ചയായും LDF ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി അധികാരത്തിൽ തിരിച്ചു വരും. ഞാനിത് പറയാൻ കാരണം, ഏപ്രിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ LDFനെതിരായ വലിയ പ്രചാരമായിരുന്നു മാധ്യമങ്ങളിലൂടെ. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ധാരാളം PR ഏജൻസ് വരുന്നത് നാം കാണുകയുണ്ട്. അത് ഒരു മാറ്റമാണ് രാഷ്ട്രീയത്തിൽ. അവർ പറഞ്ഞത് സർക്കാർ വിരുദ്ധമാണ്, മുഖ്യമന്ത്രി വിരുദ്ധമാണ്. പക്ഷേ വോട്ടിംഗ് കഴിഞ്ഞ് ഈ ദിവസങ്ങളിൽ എന്താ അതേ മാധ്യമങ്ങൾ പറഞ്ഞത്? ഒരു മാറ്റം ആഗ്രഹിക്കുന്നു, മുഖ്യമന്ത്രി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല, വോട്ടിങ്ങിൽ അനിതര സാധാരണമായ സ്ത്രീകൾ വോട്ട് ചെയ്യാൻ വന്നു. ഇതൊരു പോസിറ്റീവ് സൈനാണ്. കാരണം അവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്റാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വരുമ്പോൾ സ്വാഭാവികമായും ഒരു മൂന്നാം ടേമിലേക്ക് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടത് മുന്നണി സർക്കാർ വരും എന്ന ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. കൊച്ചിയിലെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട്, എങ്ങനെയാണ്? കൊച്ചിയിൽ മാത്രമല്ല, ഇപ്പോൾ എറണാകുളം ജില്ലയിലെ 14 സീറ്റിലും LDF മുന്നിൽ നിൽക്കുകയാണ്. ഒരു സീറ്റ് പുറകിലെന്ന് പറയാൻ കഴിയില്ല. UDF ആദ്യം പറഞ്ഞത് 14 കിട്ടുമെന്ന്, അതൊക്കെ അവർ മാറിക്കഴിഞ്ഞിപ്പോൾ തന്നെ. അതുകൊണ്ട് സ്വാഭാവികമായും ഒരു കംഫർട്ടബിൾ മെജോറിറ്റി, ഇന്ത്യ മെജോറിറ്റി എന്ന് പറയുന്നത് സാധ്യതയുള്ള കാര്യമല്ല. പക്ഷേ കംഫർട്ടബിൾ മെജോറിറ്റിയോടെ ആയിരിക്കും ഗവൺമെൻറ് വരുന്നത്, LDF ഗവൺമെൻറ്. മാഷക്ക് എറണാകുളം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും പൊതുവിൽ നന്നായി അറിയുന്ന ആളാണ്. അപ്പോൾ ഈ VD സതീശൻ പറവൂരിൽ മത്സരിക്കുന്നു, DCC പ്രസിഡന്റ് ഇവിടെ മത്സരിക്കുന്നു. ഇവരുടെയൊക്കെ ഒരു മത്സരം എങ്ങനെയാണ് മാഷ് കാണുന്നത്? VD സതീശനെ സംബന്ധിച്ചിടത്തോളം അവിടെ ടൈസൺ മാഷാണ് മത്സരിക്കുന്നത്. ഇത് വ്യത്യസ്തമായ സ്ഥാനാർത്ഥി, ജനപ്രിയൻ. അപ്പോൾ അവിടുത്തെ റിസൾട്ട് സ്വാഭാവികമായും LDFന് വലിയ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നു. ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലം കൊച്ചി, ഇവിടെ ഞാൻ 84 മുതൽ മത്സരിക്കുകയാണ്. ആദ്യം ഞാൻ 84 മത്സരിക്കുമ്പോൾ കൊച്ചുണ്ണിമാഷിനെതിരായിട്ട് മത്സരിക്കുന്നു. കൊച്ചുണ്ണിമാഷിന് ആദ്യം പ്രഗത്ഭനാണ്, കൊച്ചിയുടെ ആദ്യത്തെ മേയർ, 12,000 പടയുടെ നായകൻ കൊച്ചിൻ ബോട്ടിൽ. ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ഒന്നുമായിരുന്നില്ല. പക്ഷേ അന്നത്തെ മട്ടാഞ്ചേരിയിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഞാൻ ജയിച്ചത്. അപ്പോൾ ഇവിടെയൊക്കെ സാമുദായിക പരിഗണനയ്ക്കപ്പുറത്ത് രാഷ്ട്രീയ പരിഗണന കാണിക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ് കൊച്ചി. മാത്രമല്ല, മാക്സി തൻ്റെ 2 ടേം ജനപ്രിയ ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ചെല്ലാനം പ്രദേശത്തുള്ള അദ്ദേഹം ടെട്രാപോഡ് ഉൾപ്പെടുത്തി ഉപയോഗിച്ചുകൊണ്ട് ആധുനിക ടെക്നോളജിയിലൂടെ കടൽ ഭിത്തി നിർമ്മിച്ച ആളാണ്. ധാരാളം റോഡുകൾ, സാമൂഹ്യ പദ്ധതികൾ ഒക്കെ മാക്സി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണഫലം അദ്ദേഹത്തിന് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. എറണാകുളം ജില്ലയിൽ എത്ര സീറ്റിൽ LDF വിജയിക്കുന്ന സീറ്റെന്ന് പറയുന്നില്ല, നല്ല കംഫർട്ടബിൾ മെജോറിറ്റി, നല്ല സീറ്റ് ജയിക്കും. ഇപ്പോൾ അതുതന്നെയാണ് മാഷിന് പറയാനുള്ളത്. LDF ഒരു കംഫർട്ട് മെജോറിറ്റിയിൽ അധികാരത്തിൽ തിരിച്ചു വരും, ഒരു 3.0 ഉണ്ടാകും എന്നതാണ് KV തോമസ് മാഷ് നമ്മളോട് പറയുന്നത്. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് റിജോ വൈ രാജുവിനൊപ്പം റിപ്പോർട്ടർ റാംഷാ CP ഇൻ റിപ്പോർട്ടർ, കൊച്ചി.